അല്ല ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. എണ്ണുന്ന ഒരാളാണ് ജയറാമിന്റെ ബേസിക് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്. പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങൾ, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയൻറ്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അത് പുള്ളി കിട്ടില്ല. അപ്പോൾ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ BAB ഒക്കെ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടമാണ്. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ ഉച്ചയ്ക്ക് ചോറ് അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈ നിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടി ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിൻ്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി എയർ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിൻ്റെ കോമഡി സിനിമയായിട്ടുള്ള CID ന്യൂസേ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിൻ്റെ എല്ലാ ക്വാളിറ്റീസ് ഉള്ള ഒരു നടൻ പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാരെ സ്റ്റാറാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിൻ്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാം ദിലീപ് തന്നെ പറയും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഒരു ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ചപ്പെടാന്ന് ആദ്യം പറയുന്നത്. അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോകില്ല. ഇപ്പോൾ CID മൂസ ജയറാമിന് പോകില്ല. കണാപ്പറിന് സ്വാഗ് ജയറാമിന് കിട്ടില്ല.